ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോമിനേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ പുതിയതായിട്ട്, അതായത് ഇന്നിപ്പോൾ അത് ലോഞ്ച് ആയിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഫീച്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു എക്സ്ട്രാ ഗെയിം വന്നിട്ടുണ്ട്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ഗെയിമാണ്. സംഭവം കുറച്ച് 3G പരിപാടിയാണ് അവർ വന്നിട്ടുണ്ടായത്. പക്ഷേ എങ്ങനെയാണ് ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അവിടെ കീ എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കീ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ ഗോ ടു ഗെയിംസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗോ ടു ഗെയിംസ് എടുക്കാം. ഗോ ടു ഗെയിംസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ബൈക്ക് റൈഡ് 3D ഇൻ ഹാംസ്റ്റർ ഫാം. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും എന്താണ് ഒരു ഗെയിം പ്ലേ ചെയ്യാൻ പറയേണ്ടവർ. അതിന് മുകളിൽ നിങ്ങൾ വാച്ച് ഓൺ ബോർഡിങ് അതും ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പരമാവധി ലെങ്ത് കുറച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ അപ്പോൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഞെക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്രോം വഴി പ്ലേ സ്റ്റോറിക്കാണ് പോവുക. ഓക്കെ, ആ പ്ലേ സ്റ്റോറിൽ പോകുമ്പോൾ അവർ അവിടെ കാണിച്ചിട്ടുണ്ടായ ആ ഗെയിം എന്താണ് റൈഡിങ് എക്സ്ട്രീം 3D ആ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ പറയും. 201 MB സംതിങ് ഉണ്ട്. ഞാൻ വേറൊരു മൊബൈൽ ചെയ്തപ്പോൾ ഒരു 150-180 MB ആണ് വന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നതിന് വരും. ഇപ്പോൾ ഇങ്ങനത്തെ ഗെയിംസിൻ്റെ പ്രത്യേകത അറിയാലോ, ഫുള്ള് അടപടലം എന്താണ് സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെ എവിടെ തൊട്ടാലും ആഡ് വരും. ഓക്കെ, പോപ്പ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ നിങ്ങളിതിൽ ചേർന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നോർമലി ഇങ്ങനെ ഞാൻ കാണുകയാണെങ്കിൽ ഇതൊരു സ്കാം പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ പറയുള്ളൂ. പക്ഷേ ഓൾറെഡി ഇത് ഈ പ്രൊജക്റ്റ് ഇത്രത്തോളം മുന്നിലേക്ക് വന്ന കാരണം മാത്രം നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്തിട്ട് സ്ക്രീനിൽ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ എന്ത് ചെയ്യും, ആക്സിലേറ്റ് ചെയ്യും. ആക്സിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് എത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ പാസ്സാവുക. ഓക്കെ, ആളുകളൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് പോകണമെങ്കിൽ സംഭവം കുറച്ച് വെറുപ്പീര് പരിപാടിയാണ് ഇവരുടെ. ഇവർ ശരിക്കും പറഞ്ഞത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് കൊളാബറേറ്റ് ചെയ്തൊക്കെയാണ്, വേറെ ഏതൊക്കെയോ ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്തൊക്കെ. പിന്നെ കുറച്ച് നാൾ മുന്നേ ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ നെയിം അതുപോലെ തന്നെ അവരുടെ ബ്രാൻഡ് നെയിം സംഭവങ്ങളൊക്കെ റഷ്യയാണോ ജർമ്മനിയാണെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല, അങ്ങനത്തെ ഒരു ടീം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള ചേഞ്ചാണോ ഇത് അറിയില്ല. അപ്പോൾ എന്തായാലും ഇവർക്ക് ക്യാഷ് കിട്ടാനുള്ളൊരു പരിപാടിയാണ് മെയിനായിട്ടത്. അപ്പോൾ ഗെയിം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോയിൻ കിട്ടും. അപ്പോൾ നമ്മൾ ഒക്കെ നോൺ താങ്ക്സും കൊടുത്ത് പോവാം. ഈ ഗെയിം ഒരു വട്ടം കളിച്ചാലും പോലെ വല്ല 5-6 തവണയൊക്കെ കളിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് വാങ്ങാൻ പറ്റും, സൈക്കിള്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 2 സൈക്കിള് ഒരേ ലെവലിൽ 2 സൈക്കിൾ കൂട്ടിച്ചേർത്താൽ അത് ലെവൽ 2 ആവും. ലെവൽ 1 കൂട്ടിച്ചേർത്താൽ ലെവൽ 2 ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ഐക്കണ്ട് ഇവൻ്റ് എന്ന് പറഞ്ഞിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞൊരു ഐക്കണ്ട്. അപ്പോൾ ഞാനിത് കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് ഇത് സെറ്റായത്. ഓക്കെ, നമ്മൾ ആ ഇവൻറ്റിൽ കാണിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും എന്നിട്ട് ഹാംസ്റ്റർ റൈസ് എന്ന് പറഞ്ഞിട്ട് കമ്പീറ്റ് ഇൻ റൈസ് അഗെയിൻസ്റ്റ് റിയൽ പ്ലെയേഴ്സ് ആൻഡ് വിൻ വാല്യുബിൾ പ്രൈസസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗെയിം എന്ത് ചെയ്യുക, നിങ്ങൾ കളിക്കേണ്ടി വരും, ഒരു 4-5 തവണ കളിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചുമ്മാ കളിച്ചിട്ട് കാര്യമുണ്ടോ അതോ മീൻസ് അതിൻ്റെ ഡിഫറൻസ് എനിക്കറിയില്ല ശരിക്കും. മീൻസ് ഫസ്റ്റ് എത്തണതിൻ്റെ സെക്കൻഡ് എത്തണതിനും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നറിയില്ല. ഞാൻ എന്തായാലും ഒരു 5-6 ഗെയിം കളിച്ചു ഇതുപോലെ. ഓക്കെ, ഓരോ ഗെയിം കഴിയുമ്പോഴും ആഡ് വരും. നമ്മളെന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്പം ആഡ് വരും. ഗെയിമിൽ ഫുൾ ആഡാണ് സംഭവം. നിങ്ങൾ കളിച്ച് ചെയ്ത് വരുമ്പോൾ ഓരോ ഗെയിം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈക്കിളൊക്കെ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ 2-3 ഗെയിമൊക്കെ കളിച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇവൻ്റ് എന്ന് കാണുന്നിടത്ത് എന്ത് വരും, ഓട്ടോമാറ്റിക്കലി ഇതുപോലൊരു റെഡ് ടിക്ക് വരും. എന്താ മീൻസ് അതിൻ്റെ ഉള്ള എന്തോ ഉള്ളു എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു കാണുന്ന സ്റ്റിക്കറിൻ്റെ ഇവിടെ ഒരു കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കോഡ് പരമാവധി ആരും ഷെയർ ചെയ്യാണ്ടിരിക്കുക. കാരണം ഇതിപ്പോൾ ലോഞ്ച് ചെയ്തുള്ള സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ഗെയിം നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം ഉണ്ടാക്കിയുള്ള ഒരു ആപ്പൊന്നുമല്ല ഇത് പണ്ട് എപ്പോഴോ കിടന്നിട്ടുള്ള പ്ലേ സ്റ്റോറിൽ ഇഷ്ടംപോലെ കാലമായിട്ടുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫൈലും ഇതായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കോഡ് ഒരിക്കലും ഷെയർ ചെയ്യാണ്ടിരിക്കുക. ആ കോഡ് ഏത് പ്രൊഫൈലിൽ ഇട്ടിട്ട് റെഡീം കൊടുത്താലും നമുക്ക് പ്രൈസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 5-6 ഗെയിം കളിച്ച് കഴിയുമ്പോൾ ഇതിൽ വരും, ഇവിടെ ഒരു റെഡ് മാർക്ക് വരും. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരു കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കുറച്ച് ഗെയിം കളിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഇവൻ്റ് എന്നുള്ളടുത്ത് ആ റെഡ് മാർക്ക് വന്നു. അപ്പോൾ റെഡ് മാർക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഒരു കോഡ് വന്നിട്ട്. അപ്പോൾ അത് കോപ്പി കോഡ് കൊടുക്കാം. അപ്പോൾ കോപ്പി കോഡ് കൊടുത്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ കോപ്പി ആവണില്ല എന്ന് തോന്നുന്നത് നോക്കട്ടെ.
കോപ്പി പേസ്റ്റ് അടിക്കാനുള്ള ഓപ്ഷൻ കൂടി ഇല്ലാന്ന് തോന്നുന്നു, വർക്കാവില്ലെന്ന് തോന്നുന്നു. ഇല്ലാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, കോപ്പി അടിക്കാൻ പറ്റില്ല നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് എന്താ വെച്ചാൽ ഇത് ഷെയർ ചെയ്യാണ്ടിരിക്കുക, അവൻ്റെ കയ്യിലുള്ളത് അവനെ ബാങ്ക് കൊണ്ട് എന്ത് ചെയ്യുക, റെഡീം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ട്. നമ്മളിത് കോപ്പി കൊടുക്കുമ്പോൾ കോപ്പിയുടെ ഒന്നും കാണിക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡാഷ്ബോർഡിൽ മീൻസ് കീബോർഡിൽ അത് കോപ്പി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ കീയുടെ ഓപ്ഷനിലേക്ക് പോകാം, എന്നിട്ട് റെഡീം ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കിട്ടിയ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് റെഡീം എന്ന് കൊടുക്കാൻ പോകണ്ട. അപ്പോൾ നമ്മളത് മീൻസ് എന്താ കിട്ടാന്ന് അറിയില്ല, റെഡീം കൊടുക്കാൻ പോകണം. അപ്പോൾ റിക്വസ്റ്റ് പ്രോസസ്സിങ്, അപ്പോൾ പ്രൊമോ കോഡ് സക്സസ്ഫുള്ളി അപ്ലൈഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. എന്ത് ചേഞ്ച് ആവുമെന്നാണ് അറിയില്ല. ഓക്കെ, ചേഞ്ച് വന്നതാണ്, നമുക്കൊരു കീ എക്സ്ട്രാ കൂടുതൽ കിട്ടി. അപ്പോൾ കീ കിട്ടാനാണ് നമ്മളിത് കളിക്കുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ കീയുടെ പ്രത്യേകത ഇവർ പറഞ്ഞ പോലെ എന്താണ്, ഫ്യൂച്ചറിൽ ഇവർ വല്ല ഇത് കൊണ്ടുവരും, കീ കൊണ്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിക്കി പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് കളിക്കുന്നവർക്ക് ഈ ഗെയിം കളിക്കാണ്ട് പോകാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയും. കാരണം ഈ കീ കൊണ്ട് ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്ത് ചേഞ്ചാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ ശരിക്കും ഇതൊരു 3G പരിപാടിയാണ് ഇവർ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു നേട്ടത്തിന് വേണ്ടി ഇവർ വേറെ കണ്ണിയാണ്ട ടീംസൊക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു 200-250 മില്യൺ പ്ലേയേഴ്സുള്ളൊരു കമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പോൾ ഏത് ടീമായിട്ട് കൊളാബ് ചെയ്താലും എന്ത് അവർക്കൊരു ഈസി ആയിട്ട് മിനിമം ഒരു 50-100 മില്യൺ പ്ലേയേഴ്സ് യൂസേഴ്സിന് എക്സ്ട്രാ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഗെയിം കളിക്കുക, നിങ്ങൾക്കൊരു കോഡ് കിട്ടും. കോഡ് ഇത്രാമത്തെ ഗെയിമിൽ കിട്ടിയൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ മര്യാദയ്ക്ക് 2 ഗെയിം 3 ഗെയിമൊക്കെ കളിക്കുക. അപ്പോൾ സൈഡിൽ മറ്റേ കോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഒരു കീ എക്സ്ട്രാ കിട്ടുക. ഓക്കെ.